അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന് നീതി തേടി ആക്ഷൻ കൗൺസിലും ദളിത് സംഘടനകളും നടത്തുന്ന ഹർത്താലിൽ സംഘർഷം. സംസ്ഥാനത്ത് പലയിടത്തും ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി വാഹനങ്ങൾ തടയുകയും കടകമ്പോളങ്ങൾ അടപ്പിക്കുകയും ചെയ്തു. തലസ്ഥാനത്ത് മാത്രം 3 മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആക്ഷൻ കൗൺസിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. 52 ദളിത് സംഘടനകളുടെ പിന്തുണയോടെ നടത്തുന്ന ഹർത്താലിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. ഹർത്താൽ തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ KSRTC ബസ്സുകൾ തടഞ്ഞുകൊണ്ടായിരുന്നു ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധം. തുടർച്ചയായി 3 മണിക്കൂറിലേറെ നേരം തലസ്ഥാനത്ത് തമ്പാനൂർ, കണിയാപുരം എന്നിവിടങ്ങളിൽ വാഹന ഗതാഗതം മുടങ്ങി. കാട്ടാക്കടയിലും നെടുമങ്ങാട്ടും ആറ്റിങ്ങലിലും കുട്ടികളും അമ്മമാരും രോഗികളും പെരുവഴിയിലായി. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് VIT എൻട്രൻസ് പരീക്ഷ എഴുതാനാകാതെ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി. നിങ്ങൾ എവിടെ പോവാണ്? നഗരൂര് എക്സാം, VIT എക്സാമിന് 9 മണിക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. 9:30 മുതൽ 12 വരെ എക്സാം. ബ്ലോക്കിൽ കിടക്കുന്നു. 1/4 മണിക്കൂർ, 1 മണിക്കൂറായി. പത്തനംതിട്ടയിൽ ദീർഘദൂര യാത്രക്കാരടക്കമുള്ളവരാണ് വാഹനം കിട്ടാതെ വലഞ്ഞത്. കൊല്ലം, ഇടുക്കി ജില്ലകളിലും പ്രതിഷേധമുണ്ടായി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ RT ഓഫീസിൽ നടന്ന ലേണേഴ്സ് ടെസ്റ്റും മാവേലിക്കരയിൽ മിൽമ ചെയർമാന്റെ വാഹനവും സമരക്കാർ തടഞ്ഞു. കോട്ടയത്ത് പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും അടപ്പിക്കാൻ വ്യാപക ശ്രമമുണ്ടായി. ആലപ്പുഴ നഗരത്തിൽ കടയടയ്ക്കാനെത്തിയ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാഹനങ്ങളിൽ സഞ്ചരിച്ച് കടകൾ അടപ്പിക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തു. കോട്ടയം നഗരത്തിൽ യാത്രക്കാരും സമരക്കാരും തമ്മിൽ നേരിയ സംഘർഷം പോലുമുണ്ടായി. കോഴിക്കോട് ഹർത്താൽ ഭാഗികമായപ്പോൾ കണ്ണൂരും കാസർഗോഡും പാലക്കാടും എറണാകുളവും അടക്കമുള്ള ജില്ലകളെ കാര്യമായി ബാധിച്ചില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.